ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വാർ കളിക്കാൻ പോവുകയാണ്. വെറുപ്പിക്കുന്നില്ല. നേരെ തന്നെ ഏത് ബേസാണെന്ന് അറിയത്തുമില്ല. നേരെ തന്നെ ട്രൂപ്സ് എല്ലാം സെറ്റാണ് തോന്നുന്നു. നേരെ തന്നെ നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ബേസ് നമുക്ക് നോക്കാം. ഓ ഷിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്. വലിയ പ്രശ്നമൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം. ഫസ്റ്റ് നല്ലൊരു ഗ്രാൻഡ് വാർഡനെ ഇറക്കാനുള്ള ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. ക്ലാൻ കാസിൽ സി സിയിൽ ആൾക്കാരുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ ഇവിടെ നിന്നാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വാർഡനെ ഫസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹീലേഴ്സ്, 2 ഫർണസ്. ഓക്കെ, അപ്പോൾ അവർ ആ കാര്യങ്ങൾ അവിടെ ഡീൽ ചെയ്യും. അപ്പോൾ ഇവിടെ മോണോലിത്തുണ്ടല്ലേ. കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ അക്കോർഡിംഗ് ടു നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗ്രാൻഡ് വാർഡൻ ഇവിടെ ഈ ഏരിയ കമ്പാർട്ട്മെൻ്റൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി തരുന്നുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ പയ്യെ നമ്മുടെ ക്വീനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ? വെയിറ്റ്. യെസ്, സക്സസ്. ഓക്കെ, നമ്മുടെ ഫുൾ ആൾക്കാർ 4 ലൂൺസ് എല്ലാവരെയും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ടോട്ടം സ്പെല്ലും കൂടെ അവിടെ സപ്പോർട്ടിന് ഇറക്കാം. ക്വീൻ ഇവിടെ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് ഇറക്കി. റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഒരു ടോട്ടം സ്പെല്ല്. ഓക്കെ, സ്റ്റിൽ വലിയ സീനൊന്നുമില്ല. ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടോട്ടം സ്പെല്ല്, ഇവിടെ ഒരു ടോട്ടം സ്പെല്ല്. ഓക്കെ, സെറ്റാണ്. വലിയ സീനൊന്നുമില്ല. അയ്യോ, ക്ലാൻ കാസിൽ സീസൺ എന്തൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ഒരു പോയിസൺ അടിച്ച് വിട്ടു. ഓക്കെ ഗൈസ്, സ്റ്റിൽ നൗ വലിയ സീനില്ലാതെ പോകുന്നുണ്ട്. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്, പക്ഷേ വെറുതെയാണ് കൊടുത്തത്. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു മൈ പ്ലാൻ മൈ ട്രൂപ്സ് ആർ ഗോയിങ് വെരി വെൽ. വലിയ സീന. നമ്മൾ ആ ഏരിയ ഒന്ന് ഫ്രീസാക്കി കൊടുത്തു. ഇവിടെ ഒരു ടോട്ടം സ്പെൽ ഇട്ടു, പക്ഷെ ഇട്ടിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അയ്യോ, നമ്മളവിടെ ഒരു കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു. ആ കമ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഓപ്പണിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ടോട്ടം സ്പെൽ ഇട്ടു. ഓക്കെ, വലിയ സീനില്ലാതെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഏരിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാം. ഓക്കെ, ഫ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ വീണ്ടും ഒരു ടോട്ടം സ്പെല്ല്. വലിയ സീനില്ലാതെ വീണ്ടും പോകുന്നുണ്ട്. 2 വാൾ ബ്രേക്കർ ഇറക്കി കൊടുത്തു, പക്ഷേ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെയും കൂടെ നമ്മളൊരു ടോട്ടം സ്പെൽ ഇടുന്നുണ്ട്. ഒരു വോൾ കയറി നമുക്ക് ഇറക്കണം, ബട്ട് അവിടെ ഏരിയ ഫുള്ളും വൾണറബിളാണ്. ബട്ട് നമ്മൾ വോൾ കയറി ഇറക്കിയിട്ടുണ്ട്. ഒരു 3 ആർച്ചറും കൂടെ ഇറക്കി വിട്ടു, പിന്നെ ഹെഡ് ഹണ്ടേഴ്സും കൂടെ ഇറക്കി. ഓക്കെ, സെറ്റ്. ഈ ഏരിയ ഇവിടെ എന്തായി? അയ്യോ, ക്വീന് ചത്തോ? ഷിറ്റ് ഗൈസ്, ബേസിക്കലി നമ്മുടെ ബേസിൻ്റെ അകത്തുള്ള എല്ലാം തീർന്നിട്ടുണ്ട്. ബട്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഞാൻ എന്തായാലും നമ്മുടെ മിനിയൻസിനൊക്കെ അങ്ങ് കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെയും കൂടെ ഒരു മിനിയൻ ഇറക്കി. സെറ്റാണ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഇറക്കാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് തന്നെ ഇതൊരു 3 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. യെസ്, 3 സ്റ്റാറാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് വാർ നമുക്ക് കിട്ടിയിലായിട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ തന്നെ അടുത്ത വാറിലോട്ട് പോകാമെന്ന്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത വാർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതാ ബേസ്? ഓഫ് ഷിറ്റ്, ഈ ബേസ് എന്താടാ ഇങ്ങനെ ഇരിക്കണം? ബട്ട് കുഴപ്പമില്ല. ഓഫ് ഷേ, നമ്മൾ ക്ലാൻ കാസിൽ സി സിയും കുറച്ച് മാറ്റാനുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് വേറെ ഓപ്ഷനില്ല. എന്തായാലും ഇട്ട് കഴിഞ്ഞു. നമുക്കൊന്ന് ക്ലീനാക്കി വിടണം. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമ്മളിവിടെയാണ് നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇറക്കണേ. ഗ്രാൻഡ് വാർഡൻ്റെ ഹീലേഴ്സ് നിരത്തി ഇറക്കിയിട്ടുണ്ട്. 2 ഫെർണസും കൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലാൻ കാസിൽ സി സിയിലല്ലോ അതിൻ്റെ അകത്ത് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് അവിടെ ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത് ഗൈസ് ഡ്യൂക്ക് ഡ്രാഗനാണ്. അപ്പോൾ ഡ്യൂക്ക് ഡ്രാഗൻ ഇട്ടാണ് നമ്മൾ ഇതിൽ അറ്റാക്ക് ചെയ്യണേ. സെയിം അറ്റാക്ക് പാറ്റേൺ ആണ്, പക്ഷേ കിങ് മാറ്റി നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൻ ഇറക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ചെറുതായിട്ട് അങ്ങോട്ട് തെന്നി മാറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ആ സ്കാറ്റർ ഷോട്ടും ആ എക്സ്പോയും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് അറ്റാക്ക് ആയിരിക്കും. എക്സ്പോ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, എല്ലാം സെറ്റ്. എക്സ്പോ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ അറ്റാക്ക് തുടങ്ങും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത അറ്റാക്ക് ആയിരിക്കും. ഓക്കെ, സെറ്റ്. നമ്മുടെ ഫുൾ ത്രോവേഴ്സ് നേരിട്ട് പിടിച്ചിറക്കി. അതിനനുസരിച്ച് നമ്മുടെ ക്ലാൻ കാസിൽ ലോക്ക് ലോഞ്ചറിനെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഏരിയ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാതെയാണ് അവിടെ പോകുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ടോട്ടൽ സ്പെൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ. യെസ്, ആ കനോൺ വരട്ടെ. യെസ്, ഇവിടെ നമ്മളൊരു ടോട്ടൽ സ്പെൽ ഇടുന്നു. ഇത് ഇത്രയും നമ്മൾ അങ്ങ് റൂട്ടപ്പ് ചെയ്യുകയാണ്. ഒരു ബാക്കപ്പ് സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവന്മാർ അങ്ങനെ റൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് ക്വീനെ ഇവിടെ ഇറക്കാം. ക്വീൻ്റെ എബിലിറ്റി നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. വലിയ സീനില്ല, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു ടോട്ടൽ സ്പെൽ ഇട്ടു.
ഓക്കെ, റോയൽ ചാമ്പിനെ നമുക്ക് ഇവിടെ ഇറക്കാം. റോയൽ ചാമ്പിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു ടോട്ടം, നടുക്കൊരു ടോട്ടം. ഡ്യൂക്ക് ഡ്രാഗനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെയും കൂടെ ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. നേരത്തെ പിടിച്ച ഒരു സ്ട്രേറ്റ് ലൈനിലായിട്ടാണ് നമ്മൾ ഫുൾ ടോട്ടം സ്പെല്ല് ഇറക്കി വിടുന്നത് ഗൈസ്. അവിടെ നമ്മൾ എക്സ്ബോയുടെ അവിടെ ഒരു ടോട്ടം, ക്വീനെ സപ്പോർട്ടായിട്ട് ഒരു ടോട്ടം, നമ്മുടെ ഇവിടുത്തെ ഹീറോസിനെ സപ്പോർട്ടായിട്ട് ഒരു ടോട്ടം, അവിടുത്തെ മുകളിലത്തെ ഹീറോസിനെ സപ്പോർട്ട് ചെയ്ത് ഒരു ടോട്ടം സ്പെല്ല്, എല്ലാ ടോട്ടം സ്പെല്ലും നേരത്തെ പിടിച്ച് നമ്മൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആ ഏരിയയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി വെറുതെ കൊടുക്കാം. ഒരു വോൾ കയറി ഇറക്കുന്നു. 2 മിനിയൻസിനെ ഇറക്കണ്ടായിരുന്നു. എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൻ്റെ റേജ് പോകും. ഷിറ്റ്, അത് കുറച്ച് ബാഡ് ഓപ്ഷനായി പോയി. കുഴപ്പമില്ല. ഫ്രീസ്, 2 ഫ്രീസ്, നമ്മുടെ ഫുൾ ആർച്ചസ്, മിനിയന്, ഹെഡ് ഹണ്ടർ, 2 വോൾ ബ്രേക്കർ നമ്മുടെ. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം ഇറക്കണം മുമ്പ് തന്നെ നമ്മുടെ ഈ ബേസ് അങ്ങ് ഡൗൺ ആയി കഴിഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈസി ആയിട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്ത് കുത്തി വിട്ടിട്ടുണ്ട്. എന്താടാ ബേസ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെ എന്ത് ബേസാണ്? ഇപ്പോൾ പോയി നമ്മുടെ ക്ലാഷ് ക്ലാൻസ് ട്രെൻഡേ മാറിപ്പോയാണ് ഗൈസ്. ഇതൊക്കെ എന്ത് ബേസാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ വൃത്തിയിട്ട രീതി ഇരിക്കണതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇറക്കണമെന്ന് പോലും ഒരു കൺഫ്യൂഷൻ വരും ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ബട്ട് സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കിവിടെ നമ്മുടെ പയ്യനെ ഇറക്കാം. ഗ്രാൻഡ് വാർഡൻ ഇറക്കി. ഗ്രാൻഡ് വാർഡൻ ഗൈസ്, ഞാൻ ഗ്രാൻഡ് വാർഡൻ ഇറക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് വാർഡൻ കറക്റ്റായിട്ട് ഇറങ്ങിയില്ല. ഞാൻ ലോക്ക് ലോഞ്ചറിനെ അറിയാതെ പിടിച്ചിറക്കി കൊടുത്തു. ഒരു ടോട്ടസ് വെല്ലി ഇനി ഇട്ടല്ലേ പറ്റൂ, ഓപ്ഷൻ ഇല്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഗ്രാൻഡ് വാർഡൻ അവിടെ ക്ലിയർ ചെയ്യട്ടെ. ഒരു ടോട്ടസ് വെല്ലിട്ട് ആ വോളൊന്ന് ബ്രേക്ക് ആവണം. ബ്രേക്കായി കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് വാർഡൻ അങ്ങോട്ട് പോവില്ലേ? യെസ്, പോയി. ഫുള്ള് നമ്മുടെ എല്ലാ സ്പെല്ലും നമ്മൾ അങ്ങ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ക്വീൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഫണലിങ്ങിന് വേണ്ടിയാണ് ഞാൻ ക്വീൻ അവിടെ തന്നെ ഇറക്കി കൊടുത്തത്. റോയൽ ചാമ്പിനെ ഇറക്കി, റോയൽ ചാമ്പിൻ്റെ എബിലിറ്റിയും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഒരു ടോട്ടസ് സ്പെല്ല് നമുക്ക് അവിടെ ഇടാം. ഫുൾ സപ്പോർട്ടിന് വേണ്ടിയാണ് ഒരു ടോട്ടസ് സ്പെല്ല് ഇടുന്നത്. ഓക്കെ, നിലവിൽ ഒരു സീനും ഇല്ലാതെ പോകുന്നുണ്ട്. നമുക്ക് എവിടെ നമ്മൾ റൂട്ടപ്പ് ചെയ്യണമെന്ന് ഞാൻ നോക്കുകയാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് അത്രയും നമ്മളൊന്ന് റൂട്ടപ്പ് ചെയ്ത് കളയാം. ഒരു ടോട്ടസ് സ്പെല്ല് നമ്മൾ അവിടെ ഇടുന്നു. അതിനനുസരിച്ച് 4 ലൂൺസും കൂടെ ഇറക്കുന്നു. ക്ലാൻ കാസിൽ CC പോയി. പോയിസൺ ഇട്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ടോപ്പ് സൈഡിൽ ഇറക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ടോട്ടസ് വെല്ല നമുക്ക് അവിടെ ഇടാം. മുകളിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഒരു ടോട്ടസ് വെല്ല എന്ന് കറക്റ്റായിട്ട് നടക്കുന്നത്. ക്വീനിപ്പോൾ ചാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അവിടെ ഒന്ന് സെറ്റാക്കണം. ഒരു ടോട്ടസ് വെല്ല് മുകളിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ടോട്ടലി ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സ്കെൽട്ടൻ സ്പെൽസാണ് നമ്മൾ ഇറക്കി കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റ് ആ ഒരു ഡീവിയേഷൻ നമുക്ക് കിട്ടിയത്. ഒരു ടോട്ടൽ സ്പെല്ല് ആ നടുക്കപ്പുറത്ത് ഇട്ട് കൊടുത്തു. ഓക്കെ, എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മോണോലിത്ത് കുറച്ച് പണി തരുമോ എന്ന് അറിയത്തില്ല. ബട്ട് കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ടോട്ടം സ്പെല്ലും അത്യാവശ്യമുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. എങ്ങനെയെങ്കിലും നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് അവിടെ തന്നെ നിലനിർത്തണം ഗൈസ്. എന്നാലേ ഡ്യൂക്ക് ഡ്രാഗൻ ഈസി ആയിട്ട് തന്നെ നേരെ കയറി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. സോ 2 മിനിയൻസ്, ഫുൾ ആർച്ചേഴ്സ്, നമ്മുടെ എല്ലാ പയ്യന്മാരെയും ഇറക്കി വിട്ടിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റിയും കൂടെ കൊടുത്ത് നമ്മൾ അങ്ങ് സ്റ്റൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി 2 ഫ്രീസും കൂടെ ഉണ്ട്. സെറ്റ്, 2 ഫ്രീസും കൂടെ ഇട്ടു ഗൈസ്. ഡ്യൂക്ക് ഡ്രാഗൻ ചാവാൻ വേണ്ടി കിടക്കുകയായിരുന്നു. ബട്ട് ലാസ്റ്റ് ആയപ്പോൾ കണ്ടോ, ഡ്യൂക്ക് ഡ്രാഗൻ ഫുള്ളി ഹെൽത്തായി. സീൻ ഗൈസ്, നമ്മൾ അങ്ങനെ വീണ്ടും നല്ലൊരു 3 സ്റ്റാർ കിട്ടി ഗൈസ്. നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത അറ്റാക്ക് കുറച്ച് മറ്റ് വോൾസ് ഒന്നും മാക്സ് അല്ല, പക്ഷേ ബാക്കി എല്ലാവരും വെച്ചേക്കുന്ന സ്റ്റൈല് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ബേസാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബട്ട് സ്റ്റിൽ നമുക്ക് അറ്റാക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. നമ്മുടെ ഗ്രാൻഡ് വാർഡനെ നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. അതിനനുസരിച്ച് ഹീലേഴ്സ് ഇറക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ 2 ഫർണസും കൂടെ ഇറക്കി വിടുന്നു. ഓക്കെ, ആ കമ്പാർട്ട്മെൻറ്റ് അവൻ നോക്കിക്കോളും. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് ഹീറോസ് എല്ലാം നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇറക്കാനാണ് പ്ലാൻ. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി എല്ലാവരെയും നമുക്ക് കറക്റ്റായിട്ട് ഇറക്കണം. അതിന് മുമ്പ് നമുക്കൊരു വോൾ ബ്രേക്കർ ഇട്ട് ഇത് പൊട്ടിക്കാൻ പറ്റുമോ? യെസ്, പൊട്ടിച്ചു. സ്മൂത്തായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ പൊട്ടോ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഫുൾ ത്രോവേഴ്സ് നമ്മളിവിടെ ഇറക്കുന്നു. ഫുൾ ലൂൺസ് ഇറക്കുന്നു. എന്നിട്ടും ത്രോവേഴ്സ് വേറെ സൈഡിൽ കൂടെ പോകണം. ഇഡിയറ്റ് സ്പീഷീസ്, പറഞ്ഞിട്ട് കാര്യമില്ല. കിങ് ഇറക്കി, ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി നല്ല രീതിയിൽ കൊടുത്തു. റോയൽ ചാമ്പിനെ ഇറക്കി, റോയൽ ചാമ്പിൻ്റെ എബിലിറ്റി കൊടുത്തു. ഒരു ഹെഡ് ഹണ്ടേഴ്സും കൂടെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ക്ലാൻ കാസിൽ CC ഈ ഏരിയയിൽ ഇറക്കി. അവിടെ ഫുൾ ഒരു പോയിസൺ ഇട്ടു. ഇവിടെ ഒരു ടോട്ടസ് സ്പെല്ല് ഇട്ടു. ഇനി ആരെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടോട്ടസ് സ്പെല്ല് നമ്മളിവിടെ ഇടുന്നു. അതിനനുസരിച്ച് ഈ ഏരിയയിൽ നമ്മൾ സ്കെൽട്ടൻ സ്പെല്ല് ഇറക്കുന്നു. ഓക്കെ, എല്ലാം സ്പീഡി നടക്കുകയാണ്. ഇവിടെ നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് വിടുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. കിങ് ചത്തോ? ഷിറ്റ്. വീണ്ടും ഒരു ടോട്ടൽ സ്പെല്ലിട്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഇത്രയും അങ്ങ് റൂട്ട് ആണ്. ഓക്കെ, വീണ്ടും ഒരു ടോട്ടൽ സ്പെല്ല് മുകളിൽ തന്നെ നമ്മൾ ഇറക്കിയാണ് ഗൈസ്. അയ്യോ, ഇവിടെ എന്തായി? ഇവിടെ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. വലിയ സീനൊന്നും കാണുന്നില്ല. വീണ്ടും ഒരു ടോട്ടൽ സ്പെല്ല് നമ്മൾ ഈ ഏരിയയിലിടുന്നു. എൻ്റെ റോയൽ ചാമ്പ്യൻ ഇപ്പോൾ ചാവാറായി എന്ന് തോന്നുന്നു. ഗ്രാൻഡ് വാർഡനെ വിളിച്ച് കൊടുത്തു. ടോട്ടൽ സ്പെല്ല് നമുക്ക് അത്യാവശ്യം ഒരുപാട് ടോട്ടൽ സ്പെല്ലുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡെഫിഷ്യൻ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു വോൾ കെയറി വേണം. വോൾ കെയറിയും കൂടെ നമുക്ക് ഈ ഏരിയയിൽ തന്നെ ഇറക്കാം. ഇനി 3 ടോട്ടൽ സ്പെല്ലും ഒരു ഫ്രീസും കൂടെ ഉണ്ട്. ഈ ഏരിയ 2 മിനിയൻസ് ഇറക്കുന്നു. ഫുൾ ആർച്ചസ് ഇറക്കുന്നു. ഓക്കെ, സെറ്റാണ്. നമ്മുടെ ട്രൂപ്സ് എല്ലാം ഈ കമ്പാർട്ട്മെൻറ്റ് ക്ലീൻ ആകുന്നുണ്ട്. ടോപ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എല്ലാം ക്ലീനാണ്. ഓക്കെ, മെയിൻ ഇവൻറ്റിൽ കൂടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു ടോട്ടം സ്പെല്ല് നടുക്ക് തന്നെ ഇടുന്നു. ഓക്കെ, ആ 4 ബിൽഡിങ്ങും കറക്റ്റായിട്ട് ആ നടുക്കുള്ള ഇതിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ബാക്കിയുള്ള ടോട്ടം സ്പെല്ല് ഇടുന്നു. ഒരു ഫ്രീസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ വീണ്ടും നല്ലൊരു രീതിയിലുള്ള ഒരു 3 സ്റ്റാറിലോട്ടാണ് നമ്മൾ പോകുന്നത്. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അറ്റാക്ക് യെസ് ഗൈസ്, നമ്മൾ വീണ്ടും നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്ന ബേസ് ഇത് റഷല്ലേ? റഷ് ബേസാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈസി ആയിട്ട് തന്നെ ഈ ബേസ് അടിച്ച് തകർത്തു വിടുന്നതായിരിക്കും. പക്ഷേ എങ്ങനെ തകർക്കണം എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നിറക്കാം. റോയൽ ചാമ്പ്യൻ ഇറക്കി ഒരു ഇൻവീട്ടു. ഓക്കെ, സീനൊന്നുമില്ല, സ്മൂത്താണ്. അടുത്തൊരു ഇൻവീട്ടു. റോയൽ ചാമ്പ്യൻ അകത്തോട്ട് കയറിക്കോളൂ. താങ്ക് യു റോയൽ ചാമ്പ്യൻ. അടുത്തൊരു ഇൻവീട്ടു. സ്കാറ്റർ ഷോട്ട് അല്ലല്ലോ, ഫയർ സ്പിറ്റർ. അടുത്തൊരു ഇൻവീട്ടു. ഓക്കെ, സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് തന്നെയാണ് പോകുന്നത്. വീണ്ടും ഒരു ഇൻവീടുന്നു. ഓക്കെ, ഇതെല്ലാം പൊട്ട ബിൽഡിങ്സ് ആണ്. ഫുള്ള് റഷ് അടിച്ച ബിൽഡിങ്സ് ആണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും നെയിം സേക്കിന് വേണ്ടി അറ്റാക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരു ടോട്ടൽ സ്പെൽ എടുത്തു. ടോട്ടൽ സ്പെൽ അല്ലല്ലോ, ഇൻവിസിബിൾ. ഓക്കെ, അയ്യോ പോയി. ഇനി ഒരു ഇൻവീഡൊന്ന് റോയൽ ചാമ്പ്യൻ എബിലിറ്റി കൊടുക്കുന്നു. അപ്പോൾ റോയൽ ചാമ്പ്യൻ അവിടെ നിന്ന് സ്പീർ ത്രോവർ ഇട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രാഗൺസ് അറ്റാക്കാണ് ഗൈസ്. നമ്മൾ ഫുൾ ഡ്രാഗൺസ് ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ ഇറക്കുന്നു. ഇൻഡ്രൻസ് ഇറക്കുന്നു. ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കുന്നു. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റിയും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ സീനൊന്നുമില്ല. ഇവിടെ ഒരു ബേബി ഡ്രാഗൺ എടുത്ത് ഈ കമ്പാർട്ട്മെൻറ്റ് ഇത്രയും നല്ല സ്മൂത്ത് രീതിയിൽ ക്ലീൻ ആക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാൻ കാസ്റ്റിൽ CC നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം അല്ലേ? ഓക്കെ, ക്ലാൻ കാസ്റ്റിൽ CC കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റേജും കൂടെ ഇടുന്നു. അതിനനുസരിച്ച് അവിടെ ഒരു പോയിസണും കൂടെ ഇടുന്നു. അവന്മാർ ആ കാര്യങ്ങൾ അവിടെ ഡീൽ ചെയ്തോളും. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ ഈ ഏരിയയിലോട്ട് ഇറക്കുകയാണ് ഗൈസ്. വലിയ സീനൊന്നും ഇല്ലാതെയാണ് നിലവിൽ പോകുന്നത്. ഓക്കെ, എല്ലാം സ്മൂത്ത് ആൻഡ് സിൽക്കിയാണ്. പക്ഷേ ഡ്യൂക്ക് ഡ്രാഗൺ അവിടെ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? കുഴപ്പമില്ല. നമുക്ക് അവിടെ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി വിളിച്ചു കൊടുത്തു. ഓക്കെ, സ്മൂത്തായിട്ടാണ് പോകുന്നത്. റോയൽ ചാമ്പ്യനും കൂടെ അങ്ങ് റിക്കവറി ചെയ്ത് വിടുകയാണ് ഗൈസ്. ഓക്കെ, സ്മൂത്താണ്. ഏകദേശം നമ്മുടെ ബിൽഡിങ്സ് എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വെച്ചേക്കാൻ ബാലൻസ് ആയിട്ടൊന്നും തന്നെ ഇല്ല. റോയൽ ചാമ്പ്യൻ എന്താ ഇവിടെ നിന്ന് വെറുതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എംബ്രൻസിൻ്റെ എബിലിറ്റിയും കൂടെ ലാസ്റ്റായിട്ട് കൊടുക്കാനുണ്ട്. അതും കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു റഷ് ബേസാണ്. നമ്മളപ്പോൾ റഷ് ബേസിനെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് നല്ല തീർത്ത് വിട്ടു. നമുക്ക് ഒരു അറ്റാക്കും കൂടെ ചെയ്യണോ വേണ്ടോ എന്ന് നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടൗൺ ഹാൾ 17 ആണ്. അത് റഷാണ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഈ റഷ് അക്കൗണ്ട് അറ്റാക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ടോപ്പ് ബേസ് ഒരു അറ്റാക്ക് പോലും വേസ്റ്റ് ആവാതെ നമ്മൾ ടോപ്പ് 5 ഫുള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. 5 അറ്റാക്ക് ഉപയോഗിച്ച് 5 ബേസിനെ നല്ല കിടിലായിട്ട് തകർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. നിങ്ങളൊരു സ്ട്രാറ്റജി പറയുക ഗൈസ്. ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഡ്യൂക്ക് ഡ്രാഗനെ കുറിച്ച് എനിക്ക് അറ്റാക്ക് സ്ട്രാറ്റജി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൻ പാവം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല, ഡ്യൂക്ക് ഡ്രാഗൻ വന്ന മുതലേ തന്നെ ഞാൻ പണി ചെയ്യാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 15 ആക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. ഇനി ഒരു 10 അപ്ഗ്രേഡ് ഉണ്ട്. എന്നാലും എനിക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് മാക്സായിട്ട് ഡ്യൂക്ക് ഡ്രാഗൻ അറ്റാക്ക് ട്രൈ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.